അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹൽ അഹ്ബാബ് മർഹബൻ ബിക്കും. ഇന്ന് നമ്മുടെ 22ാമത്തെ ക്ലാസ്സാണ്. ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ 22ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ 2 കത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കംപ്ലൈൻറ്റ് ലെറ്ററിനെ കുറിച്ചാണ് നാം പരിചയപ്പെടുന്നത്. നാം പലപ്പോഴും ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള പല സൈറ്റുകളിൽ നിന്നും സാധനം ഓരോ ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചില ഡിഫക്റ്റുകളൊക്കെ വന്നാൽ അല്ലെങ്കിൽ സർവീസുകൾ മോശമായാൽ നാം കംപ്ലൈൻറ്റ് ലെറ്റർ ഫയൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. ഓക്കെ, ആദ്യമായി ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഇതുവരെ നമ്മൾ ആദ്യമായി അറബി ആയിരുന്നു വായിച്ചിരുന്നത്. ആദ്യം ഇംഗ്ലീഷ് ഒന്ന് നോക്കാം. കാരണം ഇംഗ്ലീഷ് ഒരു പക്ഷേ നിങ്ങൾക്ക് പല ആളുകൾക്കും ഒന്നുകൂടി അറബിയേക്കാൾ പരിചയമുണ്ടാകും, പദങ്ങളുമൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. ഇംഗ്ലീഷ് ആദ്യം മനസ്സിലാക്കി പിന്നെ അറബി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കംപ്ലൈൻറ്റ് ലെറ്റർ. മിസ്റ്റർ ഓർ ഡിയർ മാനേജർ, ഗ്രീറ്റിംഗ്സ്. I would like to file a complaint regarding the issue. അവിടെ എന്താണോ ഇഷ്യൂ അതാണ് അവിടെ എഴുതേണ്ടത്. I faced with the service or product. ഒന്നിരിക്കൽ സർവീസ് ആയിരിക്കും, ചിലപ്പോൾ നന്നാക്കൽ അങ്ങനത്തെ സർവീസ്, ഡെലിവറി സർവീസൊക്കെ ആയിരിക്കും. പിന്നെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാകും. I received from your company. I have tried to resolve the issue through customer service but without success. I kindly request your intervention to resolve the matter as soon as possible. Looking forward to your response. Thank you for your cooperation. Best regards, your name. നിങ്ങൾക്ക് ഏറെക്കുറെ സംഗതികളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് അറബി കൂടി വായിച്ച് ഇതിൻ്റെ ഫ്രേസുകൾ കട്ട് ചെയ്ത് നമുക്ക് പഠന വിധേയമാക്കാം. ഇന്നത്തെ കാലത്ത് എല്ലാ വസ്തുക്കൾക്കും എല്ലാ സർവീസുകൾക്കും കംപ്ലൈൻറ്റുകൾ ഇല്ലാതെയായാലേ ആ സർവീസ് വിജയിക്കുകയുള്ളൂ. നമുക്ക് കംപ്ലൈൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരെ പബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ള, അതിന് വാല്യൂഡായ ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അസ്-സയ്യിദ് മുദീറു ശരിക്ക. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് ഹറക്കത്തിടാൻ വേണ്ടിയിട്ടാണ്. അർത്ഥം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് സ്ലൈഡുകളിലൂടെ അർത്ഥങ്ങൾ കൈമാറും. അസ്-സയ്യിദ് മുദീറു ശരിക്ക അൽ മുഹ്തറം, തഹിയ്യത്തുൻ ത്വയ്യിബ വബഅദ്. തഹിയ്യത്തുൻ ത്വയ്യിബത്തുൻ വബഅദ്. അവദ്ദു അൻ ഉഖദ്ദിമ ശിക്വ ബിഖുസൂസി അൽ മുഷ്കില അല്ലത്തി വാജഹ്തുഹ. തായിന് ലമ്മാണ്. അൽ ഖിദ്മത്തി അല്ലെങ്കിൽ അൽ മുൻതജ്, ഒന്നെങ്കിൽ ഖിദ്മത്ത് അല്ലെങ്കിൽ മുൻതജ്. അല്ലദി ഹസൽതു അലൈഹി മിൻ ശരിക്കത്തിക്കും. ലഖദ് ഹാവൽതു ഹല്ലൽ മുഷ്കിലത്തി അബറ ഖിദ്മത്തിൽ ഉമലാ വലാകിൻ ദൂന ജദ്വ. അർജു മിൻകും അത്തദഖുല വഹല്ലൽ മുഷ്കിലത്തി ഫി അഖ്റബി വഖ്തിൻ മുംകിൻ ഫി ഇന്തിളാരി റദ്ദിക്കും വശുക്രൻ ലിഹുസ്നി തആവുനിക്കും മാ ഖാലിസി തഖ്ദീർ. ഇസ്മുക്. ഓക്കെ, ആദ്യമായി മിസ്റ്റർ ഓർ ഡിയർ മാനേജർ, ഗ്രീറ്റിംഗ്സ്. അതിനെന്താണ് പറയുക? ഇതൊരു ഒരുപാട് തവണ കഴിഞ്ഞ കത്തിലൊക്കെ വന്നതുകൊണ്ട് ജസ്റ്റ് വായിച്ചു വിടുന്നു. അസ്-സയ്യിദ് മിസ്റ്റർ, മുദീറു ശരിക്ക മാനേജർ, പിന്നെ മുഹ്തറം. മുഹ്തറം എന്നുള്ളതാണ് ഡിയർ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രീറ്റിംഗ്സ് തഹിയ്യത്തുൻ ത്വയ്യിബത്തുൻ വബഅദ്. നെക്സ്റ്റ്, I would like to file a complaint regarding the issue. ഞാനൊരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. I faced with the service product. ഫോർ എക്സാമ്പിൾ, ഒരു ഫോൺ വാങ്ങി, അത് പെട്ടെന്ന് ഹീറ്റിംഗ് ആണ്. അപ്പോൾ ദ ഇഷ്യൂ എന്നുള്ള എന്ത് ചെയ്താൽ മതി? ഹീറ്റിംഗ്. I faced with the Redmi Note 5 Pro അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിൻ്റെ പേര് എഴുതുക. I received from your company. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ബ്രാക്കറ്റ് ഇട്ട സംഗതി ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് അറബി എന്താണ് പറയാൻ നോക്കാം.
അവദ്ദു അൻ ഉഖദ്ദിമ ഷക്വ. അവദ്ദു ഐ വുഡ് ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു. ടു ഫയൽ എ കംപ്ലൈൻറ്റ് അൻ ഉഖദ്ദിമ ഷക്വ. ഓക്കെ, ഒരു പരാതി ബോധിപ്പിക്കാൻ. റിഗാർഡിങ് എന്നുള്ളതിന് ബി ഹുസൂസി, റിഗാർഡിങ് അത് സംബന്ധിച്ച്. ഏത് സംബന്ധിച്ചാൽ മുഷ്കില, എന്തെങ്കിലും ഒരു മുഷ്കിലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം സംബന്ധിച്ച്. അല്ലത്തി വാജഹ്തുഹ, ഐ ഫേസ്ഡ്. ഓക്കെ, അല്ലത്തി വാജഹ്തുഹ, ഞാൻ അതിനെ നേരിട്ടു അഭിമുഖീകരിച്ചു. മഅൽ ഖിദ്മത്തി അല്ലെങ്കിൽ മുൻതജ്. മഅൽ ഖിദ്മത്തി എന്ന് പറഞ്ഞാൽ സർവീസാണ്. മുൻതജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്. നിങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട എന്തെങ്കിലും ഒരു പ്രശ്നം, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസ് അത് കൃത്യമായി നടക്കുന്നില്ല, ഒരുപാട് ഡിലേ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽ അതിൻ്റെ ഡെലിവറി അത് ഫാസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. അല്ലതി ഹസൽത്തു അലൈഹിമിൻ ശരിക്കത്തിക്കും, എങ്ങനത്തെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എങ്ങനത്തെ സർവീസ്. അല്ലതി ഹസൽത്തു അലൈഹി, ഞാൻ അതിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഞാനത് നേടി. മിൻ ശരിക്കത്തിക്കും, നിങ്ങളുടെ കമ്പനിയിൽ നിന്നും. ഐ റിസീവ്ഡ് ഫ്രം യുവർ കമ്പനി. അപ്പോൾ കൂട്ടി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ഞാൻ കരസ്ഥമാക്കിയ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസുമായോ ബന്ധപ്പെട്ട് ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയോ അല്ലാതെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ഫയൽ ചെയ്യാം. ഐ ഹാവ് ട്രൈഡ് ടു റിസോൾവ് ദ ഇഷ്യൂ ത്രൂ കസ്റ്റമർ സർവീസ് ബട്ട് വിത്തൗട്ട് സക്സസ്. ഐ ഹാവ് ട്രൈഡ്, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ടു റിസോൾവ് ദി ഇഷ്യൂ, ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി. ത്രൂ കസ്റ്റമർ സർവീസ്, നിങ്ങൾക്ക് കസ്റ്റമർ സർവീസൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് വിത്തൗട്ട് സക്സസ്, അതിലെന്തുണ്ടായില്ല, പ്രത്യേകിച്ചൊരു സക്സസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനെന്ത് അറബിയിൽ പറയും? ലഖദ് ഹാവൽത്തു, ഐ ഹാവ് ട്രൈഡ്. ലഖദ് ഹാവൽത്തു, ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഹാവൽത്തു എന്നാണ്, ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ടു റിസോൾവ് ദ ഇഷ്യൂ, ഹല്ലൽ മുഷ്കില. ടു റിസോൾവ് ദ ഇഷ്യൂ, പ്രശ്നം പരിഹരിക്കാൻ. ഹല്ല് എന്ന് പറഞ്ഞാൽ റിസോൾവ്, മുഷ്കിലത്ത് ഇഷ്യൂ. ത്രൂ കസ്റ്റമർ സർവീസ്, ത്രൂ എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക? അബർ. അതിന് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. ത്രൂ അബറ. അബറ ഖിദ്മത്തിൽ ഉമലായി, കസ്റ്റമർ സർവീസ്. ഖിദ്മത്തുൽ ഉമലായി, കസ്റ്റമർ സർവീസ്. ഓക്കെ, ഉമലാ ആമിൽ, ഉമലാ കസ്റ്റമർ, ഖിദ്മത്ത് സർവീസ്. ഖിദ്മത്തുൽ ഉമലായി, കസ്റ്റമർ സർവീസ്. അപ്പോൾ അത് മുഖേന ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലാക്കിൻ ദൂന ജദ്വ, ബട്ട് വലാക്കിൻ ദൂന ജദ്വ, വിത്തൗട്ട് സക്സസ്. ഒരു പ്രതീക്ഷിച്ച വിജയം അതിലൂടെ ഉണ്ടായിട്ടില്ല, ഒരു വിജയം അതിലൂടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യുവർ ഇൻ്റർവെൻഷൻ ടു റിസോൾവ് ദ മാറ്റർ ആസ് സൂൺ ആസ് പോസിബിൾ. ഐ കൈൻഡ്ലി റിക്വസ്റ്റ്, ഞാൻ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. യുവർ ഇൻ്റർവെൻഷൻ, താങ്കളുടെ ഇടപെടൽ. ഇൻ്റർവെൻഷൻ, ഇടപെടൽ. അറിയാത്തവരൊക്കെ ഒന്ന് എഴുതി വെക്കണേ. ഇൻ്റർവെൻഷൻ, ഇടപെടൽ. ടു റിസോൾവ് ദ മാറ്റർ, ഈ പ്രശ്നം അഭിമുഖീകരിക്കാൻ. ആസ് സൂൺ ആസ് പോസിബിൾ, കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന്. അതിനെന്ത് അറബിയിൽ പറയും? അർജു മിൻകും. അർജു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കൈൻഡ്ലി റിക്വസ്റ്റ് എന്നുള്ളതിന് ഇവിടെ റിക്വസ്റ്റ് എന്നുള്ളതല്ല പ്രയോഗിച്ചത്. അറബിയിലെത്തുമ്പോൾ അർജു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നായി. അപ്പോൾ അതാണ് നാം ഇതൊക്കെ പഠിക്കണമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എറർ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കൈൻഡ്ലി റിക്വസ്റ്റ് എന്നുള്ളത് ഇവിടെ എന്തായി മാറിയ? അർജു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അത്തദഹുല, യുവർ ഇൻ്റർവെൻഷൻ, താങ്കളുടെ ഇടപെടൽ. തദഹുൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൻഷനാണ്. തദഹുൽ, തദഹല, തദഹുൽ. പിന്നെ ടു റിസോൾവ്. ടു റിസോൾവ് എന്നുള്ള ഇവിടെ എന്താക്കി? വഹല്ലൽ മുഷ്കില, യുവർ ഇൻ്റർവെൻഷനും വേണം, പിന്നെ പ്രശ്നപരിഹാരവും വേണം. അപ്പോൾ വാവിട്ടിട്ടാണ് പറഞ്ഞത്. വഹല്ലൽ മുഷ്കിലത്ത്. ഫി അക്രബി വക്തിൻ മുംകിൻ. ഫി അക്രബി വക്തിൻ മുംകിൻ എന്നുള്ള ആസ് സൂൺ ആസ് പോസിബിൾ,
കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് താങ്കൾ ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ്, ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ്. താങ്കളുടെ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ ഉറ്റുനോക്കുന്നു. ഫിൻതിലാരി റദ്ദിക്കും. വെരി ഷോർട്ടായിട്ടാണ് അറബിയിൽ വന്നത്. ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ റെസ്പോൺസ് എന്നുള്ള സിമ്പിളായിട്ട് ഫിൻതിലാരി റദ്ദിക്കും. താങ്കളുടെ റെസ്പോൺസിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട്, താങ്കളുടെ പ്രതികരണത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട്. ഇനി താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അത് നമ്മൾ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ അവരെ ഒന്ന് ബഹുമാനിച്ച് അല്ലെങ്കിൽ അവർക്കൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞാൽ ഒന്നുകൂടി പരിഗണന ഉണ്ടാവും. അതൊരു സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ടാണ് താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ, താങ്കളുടെ സഹകരണത്തിന് നന്ദി പറയുന്നു എന്നുള്ളതിന് അറബിയിൽ എന്താ പറയുക? വശുക്രൻ ലിഹുസ്നി തആവുനിക്കും. തആവുൻ എന്നാണ് കോപ്പറേഷൻ പറയട്ടോ. തആവുൻ. ഓക്കെ. കോപ്പറേഷൻ, പരസ്പരം സഹകരണം, തആവുൻ. വശുക്രൻ, നന്ദി പറയുന്നു. ലിഹുസ്നി തആവുനിക്കും, താങ്കളുടെ ഈ ഒരു സഹകരണത്തിന് നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് സിമ്പിളായിട്ട് ബെസ്റ്റ് റിഗാർഡ്സ് യുവർ നെയിം. താങ്കളുടെ പേര് അവിടെ ഇതാണ് വേണ്ടി ബെസ്റ്റ് റിഗാർഡ്സ് പ്രത്യേക നന്ദിയോടുകൂടെ. അറബിയിൽ മഅ ഖാലിസി തഖ്ദീർ, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ബെസ്റ്റ് റിഗാർഡ്സ് എന്നുള്ളതിന് അറബിയാക്കുമ്പോൾ മഅ ഖാലിസി തഖ്ദീർ, പ്രത്യേക നന്ദിയോടുകൂടെ എന്ന്. എന്നിട്ട് ഇസ്മുക്ക്, എൻ്റെ പേര് എഴുതുക. ഫോർ എക്സാമ്പിൾ ഉവൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പേര് എഴുതി ലെറ്റർ എന്ത് ചെയ്യുക, കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. ഓക്കെ. ഇതാണ് നമ്മളുടെ 22ാമത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടത്. ഒന്നുകൂടി ഷോർട്ടായി പറയാണ്. കംപ്ലൈൻറ്റ് ലെറ്ററാണ്. കമ്പനികളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഭാഷ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അല്ലെങ്കിൽ മറ്റുള്ള ജോലികളിൽ ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ലെറ്ററൊക്കെ കണ്ടാൽ തിരിയണമെങ്കിൽ ഇതൊന്ന് പഠിക്കുക. സമാനമായ സംഗതികൾ നിങ്ങൾ സ്വന്തമായി നോക്കുക. തൗഫീഖ് ഉണ്ടാവട്ടെ. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ശുക്രൻ ലക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും. ഇൻഷാ അല്ലാഹ് ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.